ഇന്നത്തെ കാലഘട്ടം കൺഫ്യൂഷൻ്റെ കാലഘട്ടമാണ്. കൺഫ്യൂഷനാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ അടിയുറച്ച് വിശ്വസിച്ചതൊക്കെ ഇന്ന് കൺഫ്യൂഷനായി മാറിയിരിക്കുകയാണ്. വിശ്വാസം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോട് താല്പര്യമില്ല. നമ്മുടെ യങ്സ്റ്റേഴ്സിന് താല്പര്യമില്ല. എന്തിനാ? പ്രായമുള്ള ആൾക്കാർക്കും പരിശുദ്ധാത്മാവിനെ വേണ്ട. പ്രാപിക്കാത്ത അനേകരിപ്പുണ്ട് ഇതിൻ്റെ അകത്തും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് എന്തിനാ? നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് എന്തിനാ കർത്താവ് നൽകിയിരിക്കുന്നത്? പാട്ടിൻ്റെ അവസാനത്തിൽ അതിന് സ്പീഡ് കൂട്ടി പാടി അന്യഭാഷയൊക്കെ പറഞ്ഞു പോകാനാണോ? പറയണം, കൈകൊട്ടണം, ആരാധിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷേ ഈ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത് മറ്റു പല കാര്യങ്ങളുടെ നമ്മളിൽ ആക്റ്റീവാകാനാണ്. പക്ഷെ നമ്മളതൊന്നും താല്പര്യമില്ല. നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് കൈകൊട്ടി അന്യഭാഷ പറഞ്ഞ് വീട്ടിൽ പോവുക. സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവരെല്ലാം കൈ ഉയർത്തിക്കേ. സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവർ, അയ്യോ കണ്ടോ, ഇല്ലാത്തവരുണ്ട്, എല്ലാവരിലും ഉണ്ട്. ഈ സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവർ ആരെങ്കിലും കോളിങ് മാത്രം കൊണ്ട് പോകുന്നുണ്ടോ? ഒരു മനുഷ്യനില്ല. നിങ്ങൾ വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാ ഉണ്ട്, എന്തൊക്കെ ചെയ്യും അതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യുന്നറിയാമോ? ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് കൈകൊട്ടി അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക വണ്ടി. ആക്ടിവേറ്റ് ആകേണ്ട പല കാര്യങ്ങളും നമ്മളിലുണ്ട്. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി നമ്മളിലേക്ക് വ്യാപരിച്ചിറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. നമ്മളൊരു ചാർട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ സംഭവിക്കാവൂ, ഇങ്ങനെയൊക്കെ പോകാവൂ. അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വിഷയം. ഓ അങ്ങനെയൊക്കെ പോകല്ലേ ബ്രദർ, അതൊക്കെ ദുരാത്മാവല്ലേ? ആര് പറഞ്ഞു ദുരാത്മാവാണ്? ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ നമുക്കെന്താണ് അധികാരം? ഇന്നത്തെ ആൾക്കാരുടെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ദൈവമേ, പരിശുദ്ധാത്മാവ് അവരുടെ വീട്ടിലെ വേലക്കാരനാണോ സംശയം? പരിശുദ്ധാത്മാവെ കം കം കം. പരിശുദ്ധാത്മാവിനെ കമ്മെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നെ? പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഈ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി നമ്മുടെ പകർന്നിരിക്കുന്നത് നമ്മുടെ കാര്യം നടത്താനാ. നമ്മൾ പുള്ളിക്കാരുടെ കാര്യം നമ്മൾ നടത്തണ്ട. ഇന്ന് നമ്മൾ എഴുതി കൊടുത്തിരിക്കുക, പരിശുദ്ധാത്മാവ് ഞങ്ങൾ 10 മണിക്ക് ആരാധന കയറാൻ പോവാണ്, 12 മണിക്ക് ഇറങ്ങും, അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു. നടക്കത്തില്ല. ഇവിടുത്തെ സാഹചര്യം കൊണ്ട് അതേ പറ്റത്തുള്ളൂ അച്ഛാ. നമ്മുടെ ഇവിടുത്തെ സാഹചര്യം കൊണ്ട് പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ സ്വന്തം ഹോളുള്ളവർ ഒരു പ്രശ്നവുമില്ല. ടൈമിന് കറക്റ്റ് 12:55 ആശീർവാദം പറഞ്ഞില്ലെങ്കിൽ ആ പാശ സ്ഥലം പറ്റും. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയാമോ? ഉള്ള കാശ് മുഴുവൻ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ആൻജിയോപ്ലാസ്റ്റോ എന്താ കാര്യം? പരിശുദ്ധാത്മാവ് ബ്ലാസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ഡോക്ടർമാർ ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ അകത്തൂടെ ആത്മാവിന്റെ ശക്തി കയറിപ്പോകുമ്പോൾ നിന്റെ ക്യാൻസർ സെൽസ് കരിഞ്ഞു പോകും. പരിശുദ്ധാത്മാവിന്റെ ശക്തി കയറിപ്പോകുമ്പോൾ നിന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് ഒക്കെ അടിച്ചു പോകുന്നത്. സ്തോത്രം. ഇതിനു വേണ്ടി നേൽപ്പിച്ചു കൊടുത്തു നോക്കിക്കുക. ഈ അത്യന്ത ശക്തി എന്തൊക്കെ ചെയ്യും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് വ്യത്യസ്തമായൊരു ലെവലിലേക്ക് നമ്മൾ മാറുകയാണ്. ഇവിടെ അതാണ് വായിച്ചത്, ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നുവെങ്കിലും ജഡപ്രകാരം. അതെങ്ങനെ അച്ഛാ പറ്റുന്നു? നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമുള്ള കംപ്ലീറ്റ് കണക്ഷൻസും ക്ലോസ് ആകുന്നത് എങ്ങനെയാ? ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. സ്തോത്രം. നമ്മളിവിടെ ജോലി ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു, കൂപ്പൂസ് കഴിക്കുന്നു, ചിക്കൻ കഴിക്കുന്നു, ഫ്ലാറ്റിൽ താമസിക്കുന്നു, അല്ലേ? പനിയുണ്ട്, തലവേദനയുണ്ട്, എല്ലാം ഉണ്ട്, പ്രഷറും BP ഒക്കെ ഷുഗറും ഒക്കെ ഉണ്ട്. ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജഡത്തിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഉയരത്തിലെ ശക്തിയുടെ കൺട്രോളിലേക്ക് മാറണം. പറഞ്ഞുതരാം, പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത് അകത്തോട്ട് കയറിയുണ്ടല്ലോ, നിങ്ങൾ ആള് മാറും. സ്തോത്രം. ഈ ജഡത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്. നമ്മൾ
നമ്മൾ മറ്റു കാര്യങ്ങളെ കണ്ട് നമ്മൾ ചഞ്ചലപ്പെടുന്നതും, നമ്മൾ അസൂയ ഉണ്ടാകുന്നു, ദേഷ്യമുണ്ടാകുന്നു, ഒരു രോഗം നമ്മളെ പിടിച്ചു കെടുക്കുന്നു. ഇതെല്ലാം ഈ ജഡത്തിൻ്റെ കൺട്രോളിൽ നമ്മൾ പോകുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്ന നാം പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതൊരു അധികാരം നമ്മൾ വ്യാപരിക്കും. നമുക്ക് ഈ അധികാരമുണ്ടോ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നമ്മളിലൊരു അധികാരമുണ്ട്. അധികാരത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ഈ ജഡപ്രകാരമല്ലാത്തൊരു ജീവിതത്തിലേക്ക് മാറുന്നത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലേക്ക് ചെന്നിട്ട് ആ കൊരിന്തിൽ നിന്ന് എഫെസോസിലേക്ക് പോയി ഊടുവഴി കൂടെ സഞ്ചരിച്ചത് 12 ശിഷ്യന്മാരെ കണ്ടു. ചോദിച്ച ചോദ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് വീടുണ്ടോ ഇവിടെ താമസിക്കാൻ? നല്ലപോലെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ എന്നാണോ ചോദിച്ചത്? അല്ല, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പറഞ്ഞാൽ, ഇതകത്തില്ലെങ്കിൽ നിങ്ങൾ ജഡപ്രകാരം പോരാടും. ഇതകത്ത് കയറിയാൽ നിങ്ങളുടെ പോരാട്ടം ആത്മീയ പോരാട്ടമായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മീയ പോരാട്ടത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മുഴുവൻ നിയന്ത്രണത്തിൽ നമ്മൾ എത്തണം. എന്ന് പറഞ്ഞാൽ സൺഡേ മാത്രം വന്ന് ആരാധിച്ചിട്ട് പോയി ബാക്കി 6 ദിവസവും ലോകത്തിൻ്റെ അകത്ത് പെരണ്ട് ജീവിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നീ ഇവിടെ നിന്ന് പോയാലും വീട്ടിലെത്തിയാലും ജോലി സ്ഥലത്തായാലും കാര്യസ്ഥനായ പരിശുദ്ധാത്മാവായിട്ട് കണക്ഷനാണ് നീ പോകുന്നതെങ്കിൽ നിന്റെ നേരെ ഒരു മനുഷ്യൻ നിൽക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായ പറഞ്ഞേ? നിങ്ങളുടെ ബോസിൻ്റെ അകത്ത് നിങ്ങളുടെ ബോസ് നിങ്ങൾക്കെതിരെ എഴുതിക്കൊണ്ട് വരുന്ന എത്ര വലിയ വിഷയമായിക്കോട്ടെ, എത്ര വലിയ കാര്യങ്ങളായിക്കോട്ടെ, അത് നിന്റെ മുന്നിൽ കൊണ്ടുവരത്തില്ലെന്ന്. എന്താ കാര്യം? അവൻ അറിയത്തില്ല നിന്നിലകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് ജഡപ്രകാരമുള്ള പോരാട്ടമല്ല, പിന്നെയോ ആത്മീയ യുദ്ധമാണ്. അവനിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിക്ക് നിന്റെ അടുക്കിലേക്ക് വരാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ പോരാട്ടത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 6:10 ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം. ഓ സ്തോത്രം. ആരാണ് വായിച്ചത്? കണ്ടോ? അപ്പൊ അടുത്ത ഞാൻ വായിക്കാൻ പോകുന്ന വിഷയം ഏതാണെന്ന് ആ സഹോദരി ദൈവാത്മാവെ ഗ്രഹിച്ചിട്ട് കണ്ടോ, വായിച്ച കേട്ടോ. സ്തോത്രം എന്ന് പറഞ്ഞാൽ അടുത്ത കണക്ഷൻ അത്. ഓ ഡു വിൽ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ ഓ ഡു വിൽ എന്ന് എഴുതി വെച്ചതിന്റെ അർത്ഥം അതിന് മേളിൽ ചില ക്ലോസ് ഉണ്ട്. നിന്റെ അകത്ത് ആത്മാവ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ആത്മാവ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം. പ്രൈസ് ഗോഡ്. അല്ലാതെ എങ്ങനെങ്കിലും നടന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് യു ആർ ബ്ലസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ ബ്ലസ് ആകത്തില്ല. അപ്പനും അമ്മയോടും ക്രമീകരിക്കേണ്ട കാര്യം അപ്പനും അമ്മയോടും ക്രമീകരിക്കണം. കുഞ്ഞുങ്ങൾ ക്രമീകരിക്കണം. നിങ്ങളുടെ ബോസുമായിട്ട് എന്തെങ്കിലും കൊണ്ട് ബോസുമായിട്ട് ക്രമീകരിക്കണം. അല്ല അയൽവക്കാരൻ എന്തെല്ലാം ക്രമീകരിക്കാനുണ്ടോ അതെല്ലാം ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹവും വിടുതലും ഒക്കെ അത് പെർമനൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ സമയത്തൊരു റിലീസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. എപ്പോഴും നിങ്ങൾ ഓർത്തോളാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ബേസ്മെൻറ്റ് ശരിയാകാതെ കെട്ടിടം പണിയരുത്. ഇവിടെ കുറേ ആൾക്കാരെ ഇളക്കാൻ വേണ്ടി അങ്ങോട്ട് നിങ്ങളുടെ തലയിലോട്ട് കൈ വെച്ചിട്ട് യു ആർ ഫ്രീ യേശുവിൻ്റെ നാമത്തിലൊക്കെ പറഞ്ഞ് അതൊക്കെ നടക്കും, കാര്യം ശരിയാ. പക്ഷെ നിങ്ങളുടെ അകത്തുനിന്ന് ചിലത് പൊളിഞ്ഞു മാറി ബേസ്മെൻറ്റ് സ്ട്രോങ് ആണെങ്കിൽ ഞാൻ ഇനിയും 10 വർഷത്തേക്ക് ഇങ്ങോട്ട് വരണ്ട, ഒരു ദൈവദാസന്മാർ നിങ്ങളുടെ വീട്ടിൽ കയറണ്ട, നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. അവിടെയാണ് ദൈവം സന്തോഷിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ക്രമീകരിക്കണം. നമ്മുടെ നാവ് സൂക്ഷിക്കണം, നമ്മുടെ കണ്ണ് സൂക്ഷിക്കണം, ചിന്താമണ്ഡലങ്ങൾ സൂക്ഷിക്കണം. ഇതെല്ലാം സൂക്ഷിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പറയുന്ന കാര്യം അനുസരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അടുത്ത വാക്യം വായിച്ചാട്ടെ മാമേ. ആ വാക്യം തന്നെ അതോട്ട് വായിച്ചാട്ടെ. കണ്ടോ സംഭവം മാറുക. പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ പോരാട്ടം മാറുകയാ.